ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാഷിന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കാൻ പേടിയുള്ളൊരു ദിവസമുണ്ട്. ഏതെന്ന് നിങ്ങൾക്കറിയാമോ? അതൊന്ന് കണ്ടോ. നാളെ റിസൾട്ട് വരുന്നത് വരട്ടെ, അതിനുശേഷം ബാക്കി സംസാരിക്കാം. എന്തുട്ട് ന്യൂസ്? നീ വല്ല പാട്ട് വെക്കടാ. ന്യൂസിലല്ലോട് പറയാ. അറിയാടാ, ആക്ടിംഗ് അല്ല എന്റെ. വേണമെങ്കിൽ ന്യൂസ് വെച്ചോ. മുഴുവൻ വിദ്യാർത്ഥികൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം കണ്ടല്ലോ. ഈ ഒരു ദിവസമായിരിക്കും എനിക്ക് തോന്നുന്നത് ശിവൻകുട്ടി മാഷ് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. കഴിഞ്ഞ കൊല്ലത്തത് കണ്ട് ചിരിച്ച് മടുത്തൊരു കാര്യമാണ്. അപ്പോൾ ഏകദേശം ഉറപ്പിച്ചൊരു കാര്യമാണ് ഈ കൊല്ലവും ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും എന്നുള്ളത്. അത് ഇത്രയും പെട്ടെന്ന് ഇത്രയും നല്ല വിശാലമായിട്ടുള്ള രീതിക്ക് ഉണ്ടായി തീരുമെന്ന് പ്രതീക്ഷിച്ചൊരു കാര്യമില്ല. കാരണം ഏകദേശം ഒരു വർഷത്തൊരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. ആ സമയം കൊണ്ടെങ്കിലും അത്യാവശ്യം ഈ മനുഷ്യനൊരു അക്ഷരവും ബാക്കി കാര്യങ്ങളും ഡിജിറ്റ്സ് ഒക്കെ എങ്ങനെയാണ് വായിക്കുന്നതെന്നുള്ളെങ്കിലും തിരിച്ചറിയുന്നെങ്കിലും വിചാരിച്ചൊരു കാര്യമാണ്. എല്ലാ കൊല്ലവും ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ പൊട്ടത്തരം വിളിച്ച് പറയാനൊരു തൻ്റെ ഇടം അത് ഉണ്ടാവുക എന്ന് പറയുന്നത് അതും വിദ്യാഭ്യാസ മന്ത്രിക്ക് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ല എന്ന സർക്കാരിന്റെ ഉത്തരവ് പരിഗണിച്ച് ഈ വർഷത്തെ റിസൾട്ട് തയ്യാറാക്കി നന്നായിട്ട് അറിയായിരുന്നു തയ്യാറാക്കി ഇപ്പോഴാണ് തയ്യാറാക്കിയെന്ന് പറയുന്നത്. ഗ്രേസ് മാർക്ക് പിള്ളേർക്കല്ല കൊടുക്കേണ്ടതെന്ന് പറയുന്നത്, ഇദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. എഴുത്തും വായന അക്ഷര വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആൾക്കാർ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിള്ളേർ പഠിക്കുമെന്ന് വല്ല നിയമമോ അല്ലെങ്കിൽ വല്ല നിർദ്ദേശമോ എടുത്ത് മന്ത്രിസഭ ഇറക്കിയിട്ടുണ്ടോയെന്ന് പോലും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയത്തില്ല, അക്കങ്ങൾ നേരെ വിളിച്ചു പറയാനൊന്നും അറിയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വർഷം പോരെ ഇതൊന്ന് പഠിച്ചെടുക്കാൻ. അതുപോലും 4ാം വർഷത്തിൻ്റെ ആഘോഷമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ 4 വർഷം കൊണ്ടെങ്കിലും ഒന്ന് പഠിച്ചുകൂടായിരുന്നോ? കഷ്ടം. 28,450 രക്ഷപ്പെട്ടു. അങ്ങനെ പറഞ്ഞു ഒപ്പിച്ചെടുത്ത് 22,000 സംതിങ് ആണെന്നുള്ള കാര്യം ക്ലാപ്പ് കൊടുക്കേണ്ട വിഷയം തന്നെയാണ് അദ്ദേഹത്തിനെന്ന് പറയുന്നത്. കാരണം അത്രയും വലിയൊരു അക്കമാണ് അദ്ദേഹം വായിച്ചെടുത്തതെന്ന് പറയുന്നത്. ഇതിൽ വലിയൊരു സംഭവം കണ്ണാടി എന്തിനാണോ കിടക്കുന്നതെന്ന് പോലും മനസ്സിലാവാത്തൊരു കാര്യമാണ്. പരീക്ഷ എഴുതിയത് വയനാടാണ്. 9,353. 9,353. അച്ഛന്റെ അകന്ന നന്നായി. ഇപ്പോഴാണ് നന്നായത്. 950. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് ഈ പിള്ളേർ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പേരാണ് റിസൾട്ട് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അവരുടെ മുന്നിൽ ഇങ്ങനൊന്ന് ഇളഫ്യനാവുക എന്ന് പറയുന്നത് അത് എല്ലാ കൊല്ലവും വന്നിട്ട് ആദ്യത്തെ 5 വർഷം പൂർത്തിയാക്കി ഇപ്പോൾ 2ാമത്തെ വർഷത്തിലേക്കൊക്കെ കടന്നില്ലേ. എന്നിട്ട് പോലും ഈ ഒരു കാര്യത്തിൽ ഒരു മാറ്റവും വരുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ 4 ആൾ കാണുന്നില്ലേ? ഈ മീഡിയയ്ക്ക് മുന്നിൽ നിന്നിട്ടല്ലേ ഈ പറയുന്ന ഇളുഭ്യനായിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചെങ്കിലും തൊലിക്കെട്ടി വേണ്ടേ? കാലത്ത് തെക്കും വടക്കും തെണ്ടി നടന്നിട്ടുണ്ടാവും. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. 9,353. അവസാനം നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ മനുഷ്യനെ നാണം കെടുത്താതിരിക്കാനായിട്ട് ഇങ്ങരുടെ ചെവിയിൽ വല്ല കുന്തവും വെച്ചിട്ട് അതിലൂടെയെങ്കിലും ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ടെങ്കിലും അതൊന്ന് തിരിച്ച് പറയിപ്പിച്ചുകൂടെ? അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു നടപടി ചെയ്ത് വെച്ചുകൂടെ? ഇങ്ങനെ എല്ലാ വർഷവും കൊണ്ടുവന്ന് എല്ലാ കൊല്ലവും വന്ന് ഇങ്ങനെ നാണം കെടുക എന്ന് പറയുന്നത് ഈ സംഖ്യയൊക്കെ ഈ പറയുന്ന പേപ്പറിൽ അച്ചടിച്ച് നിരത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ അടിച്ച് തൂക്കിയിടേണ്ട കാര്യമാണ്. ഇനിയുള്ള കാലങ്ങളിലും കുട്ടികൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് സംഖ്യകൾ ഡിജിറ്റ്സ് വായിക്കുക എന്നുള്ള കാര്യം എന്ന് പറയുന്നത്. കഷ്ടം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ ഈ പിള്ളേർക്ക് കിട്ടുന്ന മാർക്കിൽ പോലും എനിക്ക് സംശയം തോന്നിപ്പോവാണ്. കാരണം ഈ എഴുതാനറിയത്തില്ല പിള്ളേർക്ക്, വായിക്കാനറിയത്തില്ല പിള്ളേർക്ക്. എത്രയോ പിള്ളേർ എനിക്ക് തന്നെ അറിയാത്തൊരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയെങ്കിലും കയറാൻ പോകുന്ന ഈ പറയുന്ന അടുത്ത ഒരു വർഷവും കൂടെ ഉണ്ടല്ലോ, ഈ പിള്ളേരടുത്തെങ്കിലും 10ാം ക്ലാസ്സിൽ എഴുതാൻ പോണ പിള്ളേരുണ്ടല്ലോ, 8, 9, 10 അതെങ്കിലും മെയിനായിട്ടൊന്ന് നോക്കിയിട്ട് എഴുതാൻ പിള്ളേരെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചെടുക്കാത്ത ഒരു സംഭവമുണ്ട്. കാരണം എന്ന് പറയുന്നത് സ്കൂളിൽ കേന്ദ്രീകരിച്ചെന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ എല്ലാ ദിവസവും മലയാളത്തിൻ്റെ പീരീഡ് കിട്ടുന്നുണ്ട്. ആ ഒരു പീരീഡിൽ പോട്ടെ 4 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞ കിട്ടുന്നില്ലേ? എല്ലാ ആഴ്ചയിലും കിട്ടുന്നില്ലേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്? പിള്ളേർക്ക് അതിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അക്ഷരം എഴുതാനും വായിപ്പിക്കാനും ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ ആ മാസശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കുക. കാരണം ഞങ്ങൾ പാവങ്ങളായിട്ടുള്ള ട്യൂഷൻ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന ആഴ്ചയിൽ ഒരു ക്ലാസ്സാണ്, ഒരേ ഒരു ക്ലാസ്. അത് 1.5 മണിക്കൂർ കിട്ടുന്ന ആ 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് പഠിപ്പിക്കണം, നോട്ട് കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് അക്ഷരം കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥ. എന്തിനാണ് പിന്നെ ഈ സ്കൂളിൽ പിള്ളേരെ വിടുന്നതെന്ന് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ആദ്യം ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് അക്ഷരം പഠിക്കുക, വായിക്കാൻ പഠിക്കുക, അക്കങ്ങളൊന്ന് പഠിക്കുക, അതെങ്ങനെ 4 അക്ക സംഖ്യ കൂട്ടിച്ചേർത്ത് വായിക്കുന്നതെന്നൊന്ന് പഠിക്കുക. എന്നിട്ട് ആ ഒരു നിർദ്ദേശം അധ്യാപകർക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഉപകാരമായിരിക്കും.